വിചാരിക്കാതിരുന്നപ്പോഴൊക്കെ അവൻ തന്നെ വന്നത്. ഇന്നിപ്പോ അവൻ തന്നെ വരാൻ വേണ്ടി കാത്തിരുന്നിട്ട് അവൻ എന്താ വരാത്തത്? അവൻ എവിടെ പോയി കിടക്കണോ എന്തോ. ഓട്ടോ, ഗായത്രി കോളേജ്. കുറച്ച് സ്പീഡിൽ പോവോ ചേട്ടാ? ഞാൻ എനിക്ക് കാശ് കുറച്ച് അധികം തരാം, ഒന്ന് സ്പീഡിൽ പോ. നിങ്ങൾ റേറ്റ് കൂട്ടിയാലും എനിക്ക് സ്പീഡ് കൂട്ടാൻ പറ്റില്ല. എന്താണെന്നറിയോ, എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, 60 വർഷം ജീവിക്കണമെങ്കിൽ ഓവർ സ്പീഡിൽ ഒരിക്കലും പോകരുതെന്ന്. അതുകൊണ്ട് എന്റെ ഈ 10 വർഷത്തെ സർവീസിനിടയിൽ ഞാൻ 20-ന് മേലെ പോയിട്ടേ ഇല്ല. അതുകൊണ്ട് എന്റെ വണ്ടിക്കും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. ഇങ്ങനെ പോവാണെങ്കിൽ എന്റെ എക്സാം പോവും. എക്സാം പോയാ വീണ്ടും വരുമെന്നേ. പക്ഷെ ജീവൻ പോയാൽ തിരിച്ചു കിട്ടുമോ? കിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്റെ മുത്തച്ഛൻ എന്നോട് പറയാറുണ്ട്, കസ്റ്റമേഴ്സ് ദൈവമാണ്, കസ്റ്റമേഴ്സിന്റെ സുരക്ഷയാണ് നമുക്ക് പ്രധാനമെന്ന്. ആ ദൈവം ഇപ്പൊ എവിടെയാണാവോ? ഇതൊക്കെ നമ്മുടെ ശീലാന്നേ. ഇപ്പൊ ഒരു തീരുമാനമായി. ഇറങ്ങണ്ട മാഡം, കസ്റ്റമേഴ്സിന്റെ സുരക്ഷയാണ് ഞങ്ങക്ക് വലുത്. വേറെ ഓട്ടോയിൽ കയറ്റി വിടാട്ടോ. വന്നാട്ടെ മാഡം, വന്നാട്ടെ. തലേവിധി. നീയെങ്കിലും സൂക്ഷിച്ചു കൊണ്ടുപോയി കൃത്യ സ്ഥലത്ത് ഇറക്കി വിട്ടേക്കണേ. വെക്കോ. എനിക്ക് എക്സാമിന് ടൈം ആവുന്നു, ഒന്ന് പെട്ടെന്ന് പോവോ? ഇന്നെന്താ യൂണിഫോമിലൊക്കെ വന്നേക്കുന്നേ? കാലത്ത് എഴുന്നേറ്റ് പെടണമെന്ന് തോന്നി, അതുകൊണ്ടിട്ടതാ. അല്ലെങ്കിൽ ഈ തിരക്ക് പിടിച്ച് പോകുന്നതിനേക്കാളും ഭേദം നേരത്തെ ഇറങ്ങിക്കൂടെ? ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതിന്. നേരത്തെ തന്നെ ഇറങ്ങിയതായിരുന്നു, പക്ഷെ ഒരു ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോ. ഓഹോ, എന്നിട്ട് ആള് വന്നില്ലേ? ഇല്ല. അല്ല, ഇന്നലെ നിങ്ങൾ ഹോസ്പിറ്റലിൽ ഒരാളെ കൊണ്ടാക്കിയില്ലായിരുന്നോ? പിന്നെ അങ്ങോട്ട് പോവാൻ ചെയ്തായിരുന്നോ? പോയി കണ്ടിരുന്നു, കുഴപ്പമൊന്നുമില്ല. സത്യത്തിൽ ഇന്നലെ നിങ്ങൾ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ എന്താകുമായിരുന്നോ എന്തോ. നമ്മൾ എന്ത് ചെയ്തിട്ടാ? എല്ലാം ദൈവത്തിന്റെ കൈയല്ലേ. അതൊക്കെ ചെയ്തില്ലെങ്കിൽ മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് എന്തിനാ? അല്ല, ചില ദിവസം 2 വീലറിൽ പോകും, ചില ദിവസം ഓട്ടോയിൽ പോകും. ശരിക്കും സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അച്ഛൻ ഇവിടെ ഉള്ളപ്പോ അച്ഛൻ തന്നെ ഡ്രോപ്പ് ചെയ്യാറ്. പക്ഷെ ആളിപ്പോ സ്ഥലത്തില്ല. മാമന്റെ കൂടെ വണ്ടിയിൽ പോയി കഴിഞ്ഞാലേ ഞാൻ ഇറങ്ങുന്നതിനുള്ളിൽ 2 പേരെങ്കിലും ആംബുലൻസിൽ കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് മാമൻ വീട്ടിലെത്തുന്നതിന് മുമ്പേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് പിന്നെ ഓട്ടോ വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. അത്യാവശ്യമായിട്ട് പൂങ്കുന്നം വരെ പോണം. ട്രാഫിക് ജാം, എനിക്ക് വരാൻ പറ്റില്ല. എന്റെ പൊന്നേട്ടാ, അവിടെ ഇന്റർവ്യൂ ഉള്ളോണ്ടാ, എങ്ങനെയെങ്കിലും എത്തിക്ക്. ഇടാ, ഇതെന്റെ റെസ്റ്റിംഗ് ടൈമാണ്, നീ ഒന്ന് പോയേ. എന്റെ ഏട്ടാ, അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്, ഒന്ന് ഹെൽപ്പ് ചെയ്യ് പ്ലീസ്. ശരി, നീ ഇത്രയൊക്കെ കെഞ്ചി ചോദിച്ചാരണം പറയാ. മീറ്റർ കാശിനേക്കാളും 200 രൂപ കൂടുതൽ തരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 200? അത് ഭയങ്കര കൂടുതലാ. എന്റെ പൊന്നനിയ, ഓട്ടോ എന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുത്ത് വാങ്ങിക്കുന്ന ജോലി പോലെ. അതുകൊണ്ട് അതിനകത്ത് കയറി പറ്റണമെങ്കിൽ എത്ര ചോദിച്ചാലും കൊടുക്കേണ്ടി വരും. എന്നാ അന്ന് പടത്തിന് പോയപ്പോ എന്റെ 50 രൂപയിലെ കൂടുതൽ വാങ്ങിയുള്ളൂ. അത് കാശ് ചെലവാക്കാനുള്ള കാര്യമല്ലേ, ഇത് കാശ് ഉണ്ടാക്കുന്ന കാര്യം. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. നിങ്ങളുടെ അത്യാവശ്യമല്ലേ എന്റെ വരുമാനം. ഒരുപാട് ആലോചിച്ച് നിൽക്കണ്ട, റേറ്റ് പിന്നെയും കൂടും കേട്ടാ. എനിക്ക് വേറെ വഴിയില്ലല്ലോ, വേഗം കൊണ്ടാക്ക്. ഇത് ആദ്യമേ പറഞ്ഞ പറയാ. വാ. എന്നാ നമുക്ക് പോയാലോ? ഞാൻ പോയിക്കോളാം. എന്താ ചെയ്തു? നീ അത് വിട്ടുകളാ. ഒരു ദിവസം ഇതിൽ കയറിയില്ലെങ്കിൽ എന്താ? കല്യാണം കഴിഞ്ഞ പിന്നെ നിന്റെ കൂടെ തന്നെ ആയിരിക്കില്ലേ? അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. പ്ലാൻ ചെയ്ത് വന്നു നിൽക്കുന്ന പോലെ തോന്നരുത്. കാഷ്വൽ ആയിട്ട് ജസ്റ്റ് വന്നതുപോലെ തോന്നരുത്.
കോളേജിലേക്കല്ലേ? അല്ല, കോളേജിലേക്കല്ല, പിന്നെ വേറെ എവിടേക്കാ? വേറെ എങ്ങോട്ടെങ്കിലും പോവാ. മനസ്സിൽ തെളിയും നീതാനിൻ ചിത്രമോ ദേവത പോലെ നീ വന്നെന്നാലോ കൺമണി നീ വന്നെന്നാലോ പെണ്ണി വന്നില്ലേ ഇന്നിവിടെ എന്തോ ഒരു പ്രത്യേക ഭംഗിയുള്ളത് പോലെ. എന്നത്തെയും പോലെ തന്നെ. ആ ബ്രിഡ്ജ്, ആ ബോട്ട്, പിന്നെ വെള്ളമായിരിക്കുന്ന ആള് ഒരു ചേഞ്ചും ഇല്ല. ദാ, ഇത് കഴിക്ക്. അയ്യോ, എനിക്ക് വേണമെന്നില്ല. നിനക്ക് വേണ്ടി കൂടിയാ വാങ്ങിയത്. വാങ്ങിക്കേ. അല്ല, ഇയാളുടെ പേരെന്തായിരുന്നു? സൂര്യ. അതിരിക്കട്ടെ, സൂര്യയുടെ അച്ഛനമ്മയ്ക്ക് എന്ത് ചെയ്യാ? അവരൊന്നുമില്ല. എനിക്ക് 10 വയസ്സുള്ളപ്പോ പോയതാ. ഓ, ഐ എം സോറി. അത് സാരമില്ല. അതിനുശേഷം ഞാൻ പിന്നെ ഇവിടേക്ക് എത്തിയ. ഭാഷാന്നൊരു ഓട്ടോ ഡ്രൈവർ എന്നെ അടുത്ത് വളർത്തിയത്. പിന്നെ ഞാനും ഓട്ടോ ഡ്രൈവറായി. അപ്പൊ നിനക്ക് ഫ്രണ്ട്സ് ആരുമില്ലേ? അച്ഛനും അമ്മയില്ലാത്ത അനാഥന്റെ കൂടെ ആര് ഫ്രണ്ട്ഷിപ്പ് വെക്കാന്? പിന്നെ പേരിനൊരുത്തം കൂടി ഉണ്ട്. അവനും ഓട്ടോ ഡ്രൈവർ തന്നെയാ. അപ്പൊ ഗേൾ ഫ്രണ്ട്സോ? നല്ല കാര്യം. ഞാനെന്താ എഞ്ചിനീയറിംഗിന് പഠിക്കുക? ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടാവാൻ. ഓട്ടോ ഡ്രൈവർ അല്ലേ? അത് വിട്. തന്നെ കുറിച്ച് എന്തെങ്കിലും പറയും. അച്ഛൻ ബിസിനസ്മാനാ. മാസത്തില് പകുതി ദിവസവും ബിസിനസ് ടൂറിലായിരിക്കും. അമ്മ ഹൗസ് വൈഫാ. വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എപ്പോഴും ബിസിയാ ആള്. ഞാൻ അവരുടെ ഒറ്റ മോളാ. അങ്ങനെ ആയതുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് കൊഞ്ചിച്ച് വളർത്തിയതാ. അതുകൊണ്ട് എനിക്ക് വേറെ ടെൻഷനൊന്നുമില്ല. അല്ല, തനിക്ക് ഈ സ്വപ്നോ ലക്ഷ്യോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ലേ? അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ഇപ്പോൾ ഉള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ബിടെക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാ. ചേടാ, തനിക്ക് എന്താ? കയ്യിൽ പൈസയുണ്ട്, പൊന്നുപോലെ നോക്കാൻ അച്ഛനമ്മയും കൂടെ ഉണ്ട്. ഒന്നിനും ഒരു കുറവില്ലല്ലോ. എന്താഗ്രഹിച്ചാലും നടക്കില്ലേ? ബിടെക് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് സമയം കൂടി ഉണ്ടല്ലോ. അപ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈഡ് ചെയ്യാന്നേ. അല്ല, നിനക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? ആർക്കെനിക്കാ? ഡെയിലി നല്ല ഓട്ടം കിട്ടണം. അവരെയൊക്കെ കൃത്യമായിട്ട് സ്ഥലത്ത് കൊണ്ട് എത്തിക്കണം. വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കാനുള്ള സമയം കിട്ടണ്ടേ? അത് മാത്രമല്ല, ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ട്. അപ്പൊ ഫ്രീ ടൈമിൽ എന്താ ചെയ്യാറ്? വേറെന്ത് ചെയ്യാനാ? പാസഞ്ചർ വരാനായിട്ട് വെയിറ്റ് ചെയ്യും. അല്ല, അതിനെന്തിനാ ഇങ്ങനെ ചിരിക്കണം? ഒന്നുമില്ല. ഹലോ, വരുന്നുണ്ട്. ആ ചക്കരെ വന്നോണ്ടിരിക്ക. ഒരു മിനിറ്റേ. ജോണി ചേട്ടാ, അർജന്റായിട്ട് പാർക്കിലേക്ക് എന്റെ കൊച്ചിനെ കാണാൻ വേണ്ടി പോണായിരുന്നു. ഓ, അപ്പൊ 400 രൂപ ആവട്ടെ. എന്തോന്ന് ചേട്ടാ ഇത്? എപ്പോ ഒന്ന് ചോദിച്ചാലും ഡബിൾ എമൗണ്ട് മാത്രമാണല്ലോ പറയുന്നത്. ലവറിന്റെ അടുത്തേക്ക് പോണെങ്കിൽ നമ്മൾ അത്രയൊക്കെ ചെലവാക്കേണ്ടി വരും. എന്റെ ലവറിനെ കാണാനല്ലേ? ആരുടെയും ലവർ അല്ലേ? ശരി, വാ. എന്റെ കഷ്ടകാലം. കേറ്. ഓ, സമയം പോവാണല്ലോ. ഞാൻ ദേ എത്താറായി. തരാടാ. ഏയ്, ഓട്ടോ നിർത്തിക്കേ. ഇറങ്ങി വാ. നമസ്കാരം സാറേ. RC ബുക്കും ലൈസൻസും ഒക്കെ എടുക്ക. ലൈസൻസ് ഇല്ലാണ്ട് ഞാൻ ഓട്ടോ ഓടിക്കോ സാറേ? എന്റെ പേഴ്സ്. അതെ, നിന്റെ നാടകമൊക്കെ നിർത്ത്. 500 രൂപ ഫൈൻ അടച്ചിട്ട് പോ. സാർ, പേഴ്സ് ഞാൻ ഇതിനകത്ത് വെച്ചാണ്. RC ബുക്കൊക്കെ ഉണ്ട് സാറേ. നിന്റെ അഭ്യാസം നിർത്തി പൈസ അടക്കടാ. എടുക്ക. പറയാൻ സമ്മതിച്ചില്ല. അതിന് ഫൈൻ അടിച്ച റത്തുണ്ട്. കാലത്തെ തൊപ്പി വെച്ചിറങ്ങിയേക്കാം മനുഷ്യൻ പീഡിപ്പിക്കാനായിട്ട്. ഒന്ന് പോയേ. എന്റെ പേഴ്സ് ഞാൻ ഇവിടെ വെച്ചു. ഈ പേഴ്സ് എന്റെ പേഴ്സ് എങ്ങനെ നിന്റെ വന്നേ? അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തതാ ഞാൻ. ഇത്രയും നാൾ എന്നെ പറ്റിക്കായിരുന്നില്ലേ? ലാസ്റ്റ് നമ്മുടെ കൂടിക്കാഴ്ചയില് അതുകൊണ്ട് തനിക്കിട്ടൊരു പണി വന്നതാ ഞാൻ. നിന്നെ എവിടെങ്കിലും വെച്ച് കിട്ടും എനിക്ക്.